നമസ്കാരം. പിണറായി വിജയനും CPM ചാനലുകളെയും പത്രങ്ങളെയും സോഷ്യൽ മീഡിയയും വിലക്കെടുത്ത് നടത്തിയ കാമ്പയിൻ്റെ ഭാഗമായി വീണ്ടും അധികാരത്തിൽ വരും എന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണ്. എന്നാൽ യാഥാർത്ഥ്യ ബോധത്തോടെ കാര്യങ്ങളെ വിലയിരുത്തുന്നവർ പറയുന്നു UDF ആയിരിക്കും അധികാരത്തിൽ വരുന്നതെന്ന്. എന്നാൽ ആ ആത്മവിശ്വാസം കോൺഗ്രസ് നേതാക്കൾക്കില്ല. മുസ്ലിം ലീഗിലെയും കേരള കോൺഗ്രസിലെയും RSPയിലെയും ഒക്കെ നേതാക്കളോട് സംസാരിക്കുമ്പോൾ അവർ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. എന്നാൽ കോൺഗ്രസ് നേതാക്കൾ കഷ്ടി കടന്നുകൂടും എന്ന് പറയുന്നവരാണ്. രമേശ് ചെന്നിത്തല അടുപ്പക്കാരോട് പറയുന്നത് കഷ്ടി 75 സീറ്റിനപ്പുറത്തേക്ക് പോവില്ലെന്നാണ്. 100 സീറ്റ് കടക്കും എന്ന് ആത്മവിശ്വാസത്തോടെ പറഞ്ഞിരുന്ന VD സതീശൻ 85 സീറ്റാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. എന്ന് വെച്ചാൽ UDFന് അനുകൂലമായ ഒരു തരംഗമുണ്ടെന്ന് UDF നേതാക്കൾ പോലും വിശ്വസിക്കുന്നില്ല. UDFന് ഭരണം നഷ്ടപ്പെടും എന്ന തോന്നലിൽ CPMനെ സ്നേഹിക്കുന്ന സൈബർ സഖാക്കളിൽ പലരും നിലപാട് തിരുത്തിയിട്ടുണ്ട്. അവരൊക്കെ ആവശ്യത്തിന് ഫണ്ട് വാങ്ങി CPM അല്ലാതെ മറ്റാരും ഇവിടെ ഭരിക്കാൻ വരില്ല, മൂന്നാം തുടർ ഭരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ പിണറായിയെ മാറ്റിയിരുന്നെങ്കിൽ, മറ്റൊരാളെ മുമ്പിൽ നിർത്തിയിരുന്നെങ്കിൽ ജയിക്കുമെന്നൊക്കെ പറയുന്നത് നഷ്ടപ്പെട്ടു പോയ ആത്മവിശ്വാസത്തിൻ്റെ പ്രതീകമാണ്. എന്നാൽ ഇവരാരും തിരിച്ചറിയാത്ത നിശബ്ദമായ ഒരു വിപ്ലവം ഇതിൻ്റെ പിന്നിലുണ്ട്. അത് ഈ നാട്ടിലെ സ്ത്രീകൾ പിണറായിക്കും അദ്ദേഹത്തിൻ്റെ അഹന്തയ്ക്കുമെതിരെ നാട്ടിലേക്ക് ഇറങ്ങി വോട്ട് ചെയ്തു എന്നതാണ്. മലബാറിൽ വലിയ തോതിൽ CPMന് തിരിച്ചടി ഉണ്ടാവും എന്ന് തീർച്ചയാണ്. മധ്യ കേരളത്തിൽ മുഴുവൻ സീറ്റുകളും നേടിയ ഇടുക്കിയിലും പത്തനംതിട്ടയിലുമൊക്കെ ഒരുപക്ഷെ മുഴുവൻ സീറ്റുകളും UDFന് നേടുന്ന സാഹചര്യമുണ്ട്. എന്നാൽ CPMൻ്റെ വിലയിരുത്തൽ അങ്ങനെയല്ല. ഇന്നത്തെ മനോരമ CPMൻ്റെ വിലയിരുത്തൽ എന്ന നിലയിൽ പറയുന്നത് 80 സീറ്റ് നേടുമെന്നാണ്. 2009 മണ്ഡല പുനർവിഭജനം CPMന് അനുകൂലമാണെന്നും അതുകൊണ്ട് തന്നെ ഏത് സാഹചര്യത്തിലും 50 സീറ്റുകൾ CPM ഉറപ്പാണെന്നും, ഈ 50 സീറ്റുകൾ എന്ന് പറയുന്നത് 70 സീറ്റുകളിൽ വരുന്നതാണ്. പിന്നെ വരുന്ന 90 സീറ്റിൽ 22 സീറ്റുകൾ മാത്രം പിടിച്ചാൽ ഭരണം ഉറപ്പിക്കാം എന്നും വിലയിരുത്തുന്ന CPM നിരീക്ഷകരുണ്ട്. അവർ കൃത്യമായി എണ്ണി പറയുന്നു, ഈ 70 സീറ്റുകളിൽ 50 എണ്ണം CPMന് ഏത് രാഷ്ട്രീയ സാഹചര്യത്തിലും ഏത് ഭരണവിരുദ്ധ വികാരത്തിലും ഉണ്ടാവും. പിന്നെ വേണ്ടത് ആകെയുള്ള 90 സീറ്റിൽ 22 സീറ്റ് മാത്രമാണ്. അതുകൊണ്ട് കേവല ഭൂരിപക്ഷം CPMന് ഉറപ്പാണെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. അവരുടെ കണക്ക് എങ്ങനെയാണ്? ഈ CPM ഉറപ്പായും ജയിക്കുമെന്ന് പറയുന്ന ഈ 50 സീറ്റിൽ പൊതുവെ അവർ വിജയിച്ചുകൊണ്ടിരിക്കും. ദീർഘകാലമായി കഴിഞ്ഞ 2 പതിറ്റാണ്ടെടുത്ത് പരിശോധിച്ചാൽ അവർക്ക് കിട്ടുന്ന പല മണ്ഡലങ്ങളും ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് ഓർക്കണം. ഉദാഹരണത്തിന് നാദാപുരവും കൊയിലാണ്ടിയും നേമവും ഇരിങ്ങാലക്കുടയും അമ്പലപ്പുഴയും പൊന്നാനിയും പത്തനാപുരവും ഒക്കെ ഒഴിവാക്കിയാണ് അവർ കണക്ക് പറയുന്നത്. 50 സീറ്റുകൾ ഉറപ്പായും ഏത് സാഹചര്യത്തിലും എത്ര കടുത്ത പിണറായി വിരുദ്ധ സാഹചര്യമുണ്ടെങ്കിലും ജയിക്കുമെന്ന് അവർ കരുതുന്ന 50 സീറ്റുകൾ ഇവയൊക്കെയാണ്. കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ, ഉദുമ. ഇതാണ് കാസർഗോഡ് ജില്ലയിൽ ആകെയുള്ള 5 മണ്ഡലങ്ങളിൽ 3 എണ്ണം. കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ, ഉദുമ, ഇത് 3ഉം ലഭിക്കുമെന്നാണ് CPM പറയുന്നത്. ഉദുമ കടുത്ത മത്സരമായിരിക്കും, പക്ഷേ ഒരിക്കൽ പോലും CPMന് നഷ്ടപ്പെട്ട പശ്ചാത്തലമില്ലാതെ ഇത്തവണയും ആവർത്തിക്കും. കണ്ണൂരിലേക്ക് വന്ന തലശ്ശേരി, കല്യാശ്ശേരി, പയ്യന്നൂർ, തളിപ്പറമ്പ്, ധർമ്മടം, കൂത്തുപറമ്പ്, മട്ടന്നൂർ 8 സീറ്റുകൾ അവ ഉറപ്പായും കിട്ടുമെന്ന് അവർ പ്രതീക്ഷിക്കുകയാണ്. ഇരിക്കൂർ, പേരാവൂർ, കണ്ണൂർ, അഴീക്കോടൊക്കെ അവർ UDFന് കിട്ടിയേക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഓർക്കണം. അതായത് ഇതൊന്നും ഇവരുടെ കണക്കിൽപ്പെടുത്തിയിട്ടില്ല. കോഴിക്കോടേക്ക് വന്നാൽ കോഴിക്കോടേക്ക് പേരാമ്പ്ര, ബാലുശ്ശേരി, ഏലത്തൂർ, ബേപ്പൂർ ഈ 4 സീറ്റുകൾ ഉറപ്പായും കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. പിന്നീട് പാലക്കാടേക്ക് വന്നാൽ ഷൊർണൂർ, ഒറ്റപ്പാലം, കോങ്ങാട്, മലമ്പുഴ, തരൂർ, നെന്മാറ, ആലത്തൂർ എന്നിവ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. തൃശ്ശൂരിലേക്ക് വന്നാൽ ചേലക്കര, കുന്നംകുളം, ഒല്ലൂർ, നാട്ടിക, കയ്പമംഗലം, പുതുക്കാട്, കൊടുങ്ങല്ലൂർ എന്നിവ കിട്ടുമെന്നാണ് ഇവരുടെ കണക്കുകൂട്ടൽ. ഈ എറണാകുളത്ത് ഉറപ്പായും കിട്ടുന്ന 1 സീറ്റാണ് വൈപ്പിൻ. ഇടുക്കിയിൽ ഉടുമ്പൻചോലയും ദേവികുളവും, കോട്ടയത്ത് വൈക്കവും ഏറ്റുമാനൂറും, ആലപ്പുഴയിൽ ആലപ്പുഴ, ചേർത്തല, മാവേലിക്കര, ചെങ്ങന്നൂർ, പത്തനംതിട്ടയിൽ കോന്നി മാത്രം, കൊല്ലത്ത് കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം, ഇരവിപേരൂർ, ചാത്തന്നൂർ, തിരുവനന്തപുരത്തേക്ക് വന്ന് വർക്കല, ആറ്റിങ്ങൽ, ചിറയൻകീഴ്, വാമനപുരം, നെടുമങ്ങാട്, പാറശാല, നെയ്യാറ്റിങ്കര ഈ 50 സീറ്റുകൾ ഒരു കാരണവശാലും CPMന് നഷ്ടപ്പെടില്ല എന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. അപ്പോൾ പിന്നെ വേണ്ടത് 22 സീറ്റുകൾ മാത്രമാണ്. അതേസമയം ഇവർ പറയുന്ന കാര്യം 41 സീറ്റ് മാത്രമേ UDFനുള്ളൂ. അവർക്ക് ഭരണം കിട്ടണമെങ്കിൽ 30 സീറ്റ് കൂടി പിടിക്കണം. അതേസമയം ഇടതുമുന്നണിക്ക് നിലവിലുള്ള ഏതാണ്ട് 28 സീറ്റ് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞവർ 77 സീറ്റ് വിജയം പ്രഖ്യാപിക്കുകയാണ്. മുമ്പ് പറഞ്ഞ 50 സീറ്റിനകം 27 സീറ്റ് കൂടി കിട്ടുമെന്ന് അവർ പറയുന്നു. ഇങ്ങനെയാണ് കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ, ഉദുമ, പയ്യന്നൂർ, കല്യാശ്ശേരി, തളിപ്പറമ്പ്, ധർമ്മടം, തലശ്ശേരി, മട്ടന്നൂർ, കണ്ണൂരിലെ 4 സീറ്റ് അവർ വിട്ടിട്ടുണ്ട്. മാനന്തവാടി, കുറ്റ്യാടി, നാദാപുരം, കൊയിലാണ്ടി, ഏലത്തൂർ, പേരാമ്പ്ര, ബാലുശ്ശേരി, കുന്നമംഗലം, ബേപ്പൂർ, പൊന്നാനി, തൃത്താല, പട്ടാമ്പി, ഷൊർണൂർ, ഒറ്റപ്പാലം, കോങ്ങാട്, മലമ്പുഴ, തരൂർ, ചിറ്റൂരൊക്കെ ഉണ്ട്.
നെന്മാറ, ആലത്തൂർ, ചേലക്കര, കുന്നംകുളം, ഗുരുവായൂർ, വടക്കഞ്ചേരി, ഒല്ലൂർ, നാട്ടിക, കയ്പമംഗലം, പുതുക്കാട്, കൊടുങ്ങല്ലൂർ, ഇരിങ്ങാലക്കുട, കളമശ്ശേരി, വൈപ്പിൻ, കൊച്ചി, ഏറ്റുമാനൂർ, വൈക്കം, പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി, അരൂർ, ചേർത്തല, ആലപ്പുഴ, അമ്പലപ്പുഴ, മാവേലിക്കര, ചെങ്ങന്നൂർ, കായംകുളം, ദേവികുളം, ഉടുമ്പൻചോല, ഇടുക്കി, ആറന്മുള, അടൂർ, കോന്നി, റാന്നി, കൊല്ലം, ചാത്തന്നൂർ, ഇരവിപേരൂർ, കൊട്ടാരക്കര, പത്തനാപുരം, പുനലൂർ, ചടയമംഗലം, വട്ടിയൂർക്കാവ്, വാമനപുരം, കാട്ടാക്കട, ആറ്റിങ്ങൽ, നെയ്യാറ്റിൻകര, പാറശാല, കഴക്കൂട്ടം, നേമം, ചിറയൻകീഴ്, നെടുമങ്ങാട്. ഇത്രയും സീറ്റുകൾ, അത് 77 സീറ്റുകൾ അവർ കിട്ടുമെന്ന് പറയും. ഈ സീറ്റുകളിൽ പലതിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. നേമം അവർ പ്രതീക്ഷിക്കുന്നു കിട്ടണമെന്നില്ല, കഴക്കൂട്ടം കിട്ടണമെന്നില്ല, വട്ടിയൂർക്കാവ് കിട്ടുകയില്ല, ചടയമംഗലം കിട്ടാൻ സാധ്യതയില്ല, പത്തനാപുരം പോകാൻ സാധ്യതയുണ്ട്, കൊട്ടാരക്കര പോകാൻ സാധ്യതയുണ്ട്, റാന്നി പോകാൻ സാധ്യതയുണ്ട്, അടൂർ ഉറപ്പായിട്ടും പോകും, ആറന്മുള പോകാൻ സാധ്യതയുണ്ട്, ഇടുക്കി കിട്ടില്ല, ഉടുമ്പൻചോല, ദേവികുളം, കായംകുളം, അരൂർ, ഏറ്റുമാനൂർ, തൃത്താല, മാനന്തവാടി ഈ സീറ്റുകളൊന്നും കിട്ടാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ CPM പറയുന്നു 77 സീറ്റുകൾ കിട്ടുമെന്ന്. സ്വാഭാവികമായി ഒരു ചോദ്യമുണ്ടാവുന്നു, അഥവാ മൂന്നാം ഭരണം സംഭവിച്ചാൽ എന്തു പറ്റും? വലിയൊരു ചോദ്യമാണ്. കേരളത്തിൻ്റെ അവസ്ഥ അതിദയനീയമായിരിക്കും. പാർട്ടി സെല്ലുകളായിരിക്കും നാട് ഭരിക്കുക. യുവാക്കൾ, വിദ്യാർത്ഥികൾ ലഹരിക്കടിമയായി എല്ലാത്തരം വൃത്തികേടുകൾക്കും നേതൃത്വം കൊടുക്കും. PSC ടെസ്റ്റ് ആർക്കും വേണ്ടാതാവും. പാർട്ടിക്കാർക്ക് ജോലി കിട്ടുന്ന സാഹചര്യമുണ്ടാവും. ലൈഫ് മിഷൻ അടക്കമുള്ള സർക്കാർ ആനുകൂല്യ പദ്ധതികളൊക്കെ പാർട്ടിക്കാർക്ക് മാത്രമാവും. എന്ത് തോന്നിയാസം കാണിച്ചാലും ഒന്നും സംഭവിക്കാത്തതുകൊണ്ട് എല്ലാ ഫീസുകളും ഇനിയും ഇരട്ടിയാക്കും. എന്തെങ്കിലും ആനുകൂല്യങ്ങളുണ്ടെങ്കിൽ അത് CPM സഖാക്കൾക്ക് മാത്രമാവും. പോലീസ് അഴിഞ്ഞാടും, ഏതു നിരപരാധിയെയും പിടിച്ച് ജയിലിലടയ്ക്കും. ആദ്യം തന്നെ കണ്ണടച്ചുകൊണ്ട് വേട്ടയ്ക്കിറങ്ങുന്നത് മറുനാടനെയാവും. സർക്കാരിനെതിരെ അതിശക്തമായ സമ്മർദ്ദമുയർത്തുന്നത് കൊണ്ട് തന്നെ, നിർഭയം ഒരു പണത്തിനും പ്രലോഭനത്തിനും വീഴാതെ സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്നത് കൊണ്ട് തന്നെ പിണറായിയുടെ മൂന്നാം ഭരണത്തിൽ ആദ്യം നോട്ടമിടുന്നത് മറുനാടനെയാവും. മറുനാടനെ നിശബ്ദനാക്കുക, ജയിലിലടയ്ക്കുക, അങ്ങേയറ്റം വരെ പോയി ശിക്ഷിക്കുക എന്നത് തന്നെയായിരിക്കും നയം. കാരണം ഇത്രയൊക്കെ പറഞ്ഞിട്ടും വീണ്ടും സർക്കാർ അധികാരത്തിലെത്തിയെങ്കിൽ പിന്നെ ഭയക്കേണ്ടതില്ല എന്നവർ തിരിച്ചറിയും. അശോകിനെയും പ്രശാന്തിനെയും പോലുള്ള ഉദ്യോഗസ്ഥരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ പറ്റുന്ന സാഹചര്യമൊരുക്കും. എല്ലാ അർത്ഥത്തിലും അരാജകത്വമാവും. കമ്മി ഭീകരന്മാർ ഈ നാട് കുട്ടിച്ചോറാക്കും. അഥവാ ഇവർ പറയുന്നത് പോലെ ഒരിക്കൽ കൂടി CPM അധികാരത്തിലെത്തിയാൽ വരാൻ പോകുന്നത് ഇരുണ്ട ദിനങ്ങളായിരിക്കും. അടിയന്തരാവസ്ഥയിൽ പോലും രാജ്യം കണ്ടിട്ടില്ലാത്ത ഭയപ്പെടുത്തുന്ന പോലീസ് വാഴ്ചയുടെയും പാർട്ടി സൽഭരണത്തിൻ്റെയും ദുരന്ത ദിനങ്ങളായിരിക്കും കേരളത്തെ കാത്തിരിക്കുന്നത്.